കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെട്ട പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം, ശക്തിപ്പെടണം. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. മറ്റിടത്ത് യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ ശക്തി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. അവിടുത്തെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യണം. ഇത് ദുഷ്കാലമാണ്. അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടക്കുവാൻ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുള്ള ഒരു മനുഷ്യനെ ദൈവഹിതപ്രകാരം നടക്കാൻ പറ്റുകയുള്ളൂ. ദൈവവചനം ധ്യാനിക്കുന്ന ഒരു മനുഷ്യനെ വചനപ്രകാരം ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങാമോ? ദൈവമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ, നടക്കാൻ, അങ്ങയുടെ വരവിങ്കൽ കാണപ്പെടാൻ എന്നെ ഒന്നൊരുക്കണമേ, അതിനെന്നെ സജ്ജമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ഇന്ന് പകലിലും നമ്മുടെ മധ്യമുണ്ട്. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി വിശ്വസിക്കുക. ഈ ശക്തി എൻ്റെ മേൽ പകരാൻ അവിടത്തേക്ക് പ്രസാദമാകും. ഈ ശക്തി വന്നാൽ മനുഷ്യമായി നമുക്ക് ചെയ്യാൻ പറ്റാത്ത അനേക കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമുക്ക് ഗൈഡൻസ് നൽകും, കരുത്ത് നൽകും. പ്രതിസന്ധികളെ നേരിടാൻ, ചാടിക്കടക്കാനുള്ള പ്രത്യേക കൃപ നമ്മളിലൂടെ വെളിപ്പെട്ട് വരും. പ്രാർത്ഥിച്ചു തുടങ്ങണമേ. ഇന്നു മുതൽ കർത്താവ് ഈ ശക്തി എൻ്റെ മേൽ വരണം. ആത്മാവിൽ നിറയാൻ എവിടെയെങ്കിലും ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവേ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ധൈര്യം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവകൃപ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ ചോർച്ച വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവമേ, അങ്ങയുടെ ശക്തി എന്നെ ഒന്ന് നിറയ്ക്കണമേ. സ്വന്തം വിവേകത്തിൽ ഊന്നി മുമ്പോട്ട് പോകാൻ പറ്റുന്ന കാലഘട്ടമല്ല. 2 ആരോഗ്യം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാം. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആരോഗ്യം അസ്തമിക്കും. മാരികൾ, മഹാമാരികൾ, വ്യാധികൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ധനം ക്ഷയിച്ചു പോകുന്നത് മാത്രമല്ല, ധനത്തിനും നമ്മുടെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എത്ര മണിയുണ്ടെങ്കിലും ദൈവം വിടുവിച്ചെങ്കിലേ വിടുതലാവുകയുള്ളൂ. മരുന്നുകൾ പ്രതികരിക്കാതിരുന്നാൽ ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരമിറങ്ങിയെങ്കിലേ നമുക്ക് വിഷയങ്ങളുടെ മേലും ശരീരത്തിൻ്റെ മേലും വിടുതൽ സംഭവിക്കും. ആകയാൽ ഇന്ന് പകലിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കൂ. ദൈവകൃപ ഏറ്റെടുക്കൂ. പരിശുദ്ധാത്മാവിൽ മൂവ് ചെയ്യൂ. ദൈവാശ്രയം കൈമുതലായിരിപ്പീൻ. ദൈവം നിങ്ങളെ ശക്തീകരിക്കുന്ന, ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന പ്രത്യേക നിമിഷമായി തീരട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ? പരിശുദ്ധാത്മാവ് ഇന്ന് പകലിലും നിങ്ങളെ സഹായിക്കും. അവിടുന്ന് വഴി കാണിച്ചു തരും. ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരും. കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മുമ്പിലുണ്ട്. പക്ഷേ പുറകിൽ നിന്നൊരു ശബ്ദം, വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക. ആ ശബ്ദം ഇന്ന് പകൽ കേൾക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? പല വഴികളും അടഞ്ഞെന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ ഒരു ശബ്ദം, വഴി ഇതാകുന്നു, ഇതാ ഞാൻ തുറന്നിരിക്കുന്നു, ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കുന്ന ദൈവമാണ്, ഭയപ്പെടണ്ട എന്ന ശബ്ദം ഈ പകൽ അവിടുത്തെ ആത്മാവിന് കേൾപ്പിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്നവൻ ദൈവമഹത്വം കാണും. യെസ്, ഹല്ലേലൂയ. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ഇന്ന് പ്രഭാതത്തിലും ഒന്ന് അടുത്തിയെന്ന് അപ്പച്ചാങ്ങളുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം നിങ്ങളെ സഹായിക്കുന്ന പകൽക്കാലമാണ്.
വളരെ സുപരിതമായൊരു ഭാഗം വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:41. അവൻ കൈകൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ച് വിശുദ്ധന്മാരുടെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. അവൻ കൈകൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു, വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയാണ്. അഭിഷേകമുള്ളവൻ സഞ്ചരിക്കും, ആത്മനിയോഗമുള്ളവൻ സഞ്ചരിക്കും. സഞ്ചരിപ്പിക്കത്തില്ലെന്നും പറഞ്ഞിനെ ഒതുക്കിയ കരാഗ്രഹങ്ങൾ, പൂട്ടിട്ട അധികാരങ്ങൾ, അവർ നോക്കി നിൽക്കെ, പൂട്ടുകൾ നോക്കി നിൽക്കെ, അധികാരങ്ങൾ നോക്കി നിൽക്കെ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. കാരണം സഞ്ചരിക്കേണ്ടവനെ ഒതുക്കാൻ, അഭിഷേകമുള്ളവനെ ഒതുക്കാൻ, മുൻപോട്ട് ഗമിക്കുന്നവൻ്റെ കുതിപ്പുകളെ ഇല്ലാതാക്കാൻ അധികാരങ്ങൾക്ക് സാധ്യമല്ല, പൂട്ടുകൾക്ക് സാധ്യമല്ല, ചങ്ങലകൾക്ക് സാധ്യമല്ല. അതിനെ വെല്ലുന്ന ഒരു അഭിഷേകം നിൻ്റെ അകത്തുണ്ടെങ്കിൽ, വാഗ്ദത്തങ്ങൾ നിൻ്റെ അകത്തുണ്ടെങ്കിൽ, നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ നോക്കി നിൽക്കെ, നിന്നെ നയിക്കേണ്ടിടത്തേക്ക് നയിക്കാൻ, എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു. അതിനുശേഷം ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും ഒരു സാക്ഷ്യം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനുശേഷം യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തി ചെയ്ത ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ ദീനം പിടിച്ചു മരിച്ചു. അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടിട്ട്, നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കൽ വരണമെന്ന് അപേക്ഷിപ്പാൻ 2 ആളുകളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. വിധവമാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അനേകർ കരയുന്നു. തബീത ചെയ്ത പ്രവർത്തികളെപ്പറ്റി അവർ ഓർത്ത് വിലപിക്കുകയാണ്. അപ്പോൾ പത്രോസ് കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിക്കുന്നു. ഡെഡായ വാഗ്ദത്തങ്ങളെ, നഷ്ടപ്പെട്ട വാഗ്ദത്തങ്ങളെ, മൂടപ്പെടേണ്ട വാഗ്ദത്തങ്ങളെ, മണ്ണിനടിയിൽ പോകുമെന്ന് അടുത്ത നിമിഷം നീ ചിന്തിക്കുമ്പോൾ അഭിഷേകമുള്ള ചിലർ, പ്രാർത്ഥിക്കുന്ന ചിലർ, കമാൻഡ് ചെയ്യാൻ ആത്മാവിൽ അധികാരമുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ, ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. തലമുറകളെ നോക്കി പ്രവചിക്കുന്ന, നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കി പ്രവചിക്കുന്ന, ഡെഡായ നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി ആത്മാവിൽ കൈകൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ കരുത്തുള്ള ഒരു സമൂഹം ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ എഴുന്നേൽക്കണം. സ്തോത്രം. അത് ഡെഡായി, ഇവിടം കൊണ്ട് തീർന്നു, നിയന്ത്രണം നഷ്ടപ്പെട്ടു, കുഴിച്ചിടും, ഇനിയും ഇതിനകത്തൊരു ഫലമുണ്ടാവില്ല. ജീവൻ നഷ്ടപ്പെട്ടതുപോലെ, ചലനം നഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, ആശയറ്റ ചില വിഷയങ്ങൾ, എഴുതിത്തള്ളിയ ചില വിഷയങ്ങൾ നോക്കി ദൈവാത്മാവ് പറയുന്നു, അഭിഷേകമുള്ള ചിലർ എഴുന്നേൽക്കണം, ധൈര്യമുള്ളവർ എഴുന്നേൽക്കണം. 2 വിശ്വാസമുള്ളവർ. ഞാൻ കൈകൊടുത്താൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ സംസാരിച്ചാൽ ഈ സബ്ജക്റ്റ് ജീവിക്കും എന്ന് ഉറപ്പുള്ളവർ, ആത്മധൈര്യമുള്ളവർ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങളെ നോക്കി, നിങ്ങളുടെ ശരീരത്തെ നോക്കി, നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കി, മിനിസ്ട്രിയെ നോക്കി പറ, ഞാൻ എഴുന്നേൽക്കാൻ പോകുക. ഞാൻ അതിന് ഇന്ന് പകലെന്നെ സമർപ്പിക്കുന്നു. ശ്രദ്ധിക്കണമേ പ്രിയരെ, സാധ്യതകൾ നഷ്ടപ്പെട്ട ഇടത്ത് എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധന്മാർ പോലും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് കൈ കൊടുത്ത് ഈ ഡെഡായ വാഗ്ദത്തെ ജീവനുള്ള നിർത്തി.
ജീവൻ നീ കൈ കൊടുത്താൽ ചിലതിന് ജീവൻ വ്യാപരിക്കണം. നീ കൈ കൊടുത്താൽ ചിലത് എഴുന്നേൽക്കണം. നീ പ്രാർത്ഥിച്ചാൽ ചിലത് മടങ്ങി വരണം. നീ പ്രാർത്ഥിച്ചാൽ ചിലത് റൂട്ടിലേക്ക് വരണം. നീ പ്രാർത്ഥിച്ചാൽ ഡെഡായി പോയതിൻ്റെ വിഷയം യേശുവിൻ്റെ നാമത്തിൽ അത് പുറത്തു വരണം. നീ പ്രവചിച്ചാൽ അത് കൂടിച്ചേരണം. നീ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകണം. ഡെഡായി പോയ ഉണങ്ങിപ്പോയ അസ്ഥികൾ ജീവിച്ചു വരുന്നത് പോലെ. ഏറ്റെടുക്കാമോ ഈ ദൂത? യേശുവിൻ്റെ നാമത്തിൽ ഈ കരുത്തിൽ നമുക്ക് പ്രാപിപ്പിക്കാമോ? നോർമൽ ഒരു പ്രസംഗം കേൾക്കുന്നത് പോലെ ഇന്ന് പകലാരുമായിരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം നിങ്ങളുടെ അകത്ത് വെളിപ്പെടുമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കണം. ശ്രദ്ധേയമായ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. പത്രോസ് കൈ കൊടുത്തു, അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരുടെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇങ്ങനെ പറ്റുമോ? ചില വിഷയങ്ങൾ നഷ്ടപ്പെട്ടത് കണ്ട് നിരാശപ്പെടാതെ വിലപിക്കുന്നവരുടെ കൂടെ വിലപിച്ചുകൊണ്ട് നിരാശയുടെ വാക്ക് പറയാതെ, ഇല്ല നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നിന്നെ പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗിച്ചത് അതിനു വേണ്ടിയാ. നിന്നെ പ്രാർത്ഥിക്കാൻ ദൈവം ഉപയോഗിച്ചത് അതിനു വേണ്ടിയാ. നിനക്ക് അധികാരം നൽകിയത് മറ്റു പലരും പരിഹസിക്കട്ടെ. ഇനി നടക്കത്തില്ല, നീ പ്രാർത്ഥിച്ചിട്ട് രക്ഷയില്ല. അഭിഷേകമുള്ളൊരു പത്രോസ് ഇവിടെ നിൽപ്പുണ്ട്. പ്രൈസ് ഗോഡ്. അഭിഷേകമുള്ള ചില എസ്തർമാർ എഴുന്നേൽക്കണം, ദെബോറമാർ എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കുന്ന ഒരു ഹന്ന എഴുന്നേൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. ആ സമൂഹത്തിൽ നിങ്ങളെ കണ്ട് ദൈവത്തിന് ചെയ്യിപ്പിക്കാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഈ തൂത് പറഞ്ഞ ചിലർ ആത്മശക്തി പ്രാപിക്കുക, ഡെഡായ ചിലരെ നോക്കി ആത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ, പ്രവചന തൂത് വിളിച്ചു പറയാൻ അധികാരം പ്രാപിക്കുന്ന പ്രത്യേക നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി നിങ്ങളെപ്പറ്റിയുള്ള ദൈവദൂതാണ്. യേശുവിൻ്റെ നാമത്തിൽ സഹോദര നിങ്ങളെപ്പറ്റി ദൈവത്തിന് അത് കഴിയും. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ കൈ കൊടുത്ത് ചിലന്ന് എഴുന്നേൽപ്പിക്കട്ടെ. നിന്നെ തളർത്തുന്ന മണ്ഡലങ്ങൾ, നിന്റെ പ്രാർത്ഥന ഒതുക്കുന്ന മണ്ഡലങ്ങളെ കണ്ട് നിരാശപ്പെടാതെ ആത്മാവിൽ ചാടി എഴുന്നേൽക്കൂ. എന്നിട്ട് ചിലരെ എഴുന്നേൽപ്പിക്കാനുള്ള ദൗത്യം ഈ പകലി ദൂത് പറയുമ്പോൾ ഏറ്റെടുക്കൂ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ, കൈ കൊടുത്ത് ജീവനുള്ളതായി നിർത്താൻ കുഴിച്ചിടാൻ സമ്മതിക്കരുത് കേട്ടോ. അങ്ങനെ പോട്ടെന്ന് പറയരുത്, കുഴപ്പമില്ലെന്ന് പറയരുത്. ഇല്ല, അഭിഷേകമുള്ള ഞാനിവിടെ ഉള്ളപ്പോൾ ആ സബ്ജക്റ്റ് ജീവിച്ച മതിയാകുകയുള്ളൂ. അഭിഷേകമുള്ള ഞാനിവിടെ ഉള്ളപ്പോൾ ആ സബ്ജക്റ്റ് മൂടാൻ പറ്റില്ല. അഭിഷേകമുള്ള ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ പ്രസ്ഥാനം തകരാൻ ഞാൻ അനുവദിക്കില്ല. അഭിഷേകമുള്ള ഞാനിവിടെ ഉള്ളപ്പോൾ എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. ഡെഡായ ചിലതിനെ ആത്മാവിൽ ജീവിപ്പിക്കാൻ ദൈവം എന്നെ അനോയിന്റ് ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഈ കരുത്തോടെ ദൈവകൃപയോടെ ഈ ദൂതേറ്റെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, അവിടുത്തെ മക്കൾ ആത്മാവിൽ ശക്തരാകട്ടെ, അഭിഷേകത്തോടെ മുമ്പോട്ട് വരട്ടെ, ദൈവകൃപ ഏറ്റെടുക്കട്ടെ, വാഗ്ദത്തങ്ങൾ എഴുന്നേറ്റ് നിൽക്കട്ടെ, ജീവനോടെ നിൽക്കട്ടെ. ചിലതിനെ ഇന്ന് പകൽ ജീവിപ്പിക്കാൻ ഒരു ആത്മികാധികാരം ഞങ്ങളുടെ മേൽ സ്വർഗം കൈമാറുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കൂ. ഭയങ്കര ദൈവകൃപ പ്രാപിക്കൂ, കരുത്ത് പ്രാപിക്കൂ. മൂടപ്പെടേണ്ട ചിലതിനെ, നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്ന ചിലതിനെ, മടങ്ങി വരത്തില്ലെന്ന് ചിന്തിക്കുന്ന, ഉണങ്ങിപ്പോയെന്ന് പറയുന്നതിനെ ജീവിപ്പിക്കാൻ ഉള്ള ആത്മനിയോഗം ഇന്ന് പകൽ കർത്താവിൽ നിന്ന് പ്രാപിക്കൂ. ധൈര്യത്തോടെ സമീപിക്കൂ, കാലെടുത്തു വെക്കൂ, കൈ കൊടുക്കൂ. ചിലത് എഴുന്നേൽക്കട്ടെ. യേശു അറച്ചു നിൽക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് വലിയത് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപിച്ചു.